അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഞാൻ അങ്ങയോട് നേരത്തെ ചോദിച്ചത് സുരക്ഷാ ചുമതല ആർക്കാണെന്നാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞ മറുപടി പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ പ്രതിരോധിക്കും എന്നാണ്. നിങ്ങൾ അടിച്ചത് ABVP-ക്കാരെ ആയിരിക്കാം, പക്ഷെ അപമാനിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയനെയും കേരളത്തിലെ പോലീസിനെയുമാണ് സർ. കൃഷ്ണജിലെ കേരളത്തിലെ ക്യാമ്പസുകളിൽ സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ ഭംഗം വരുത്തിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് ABVP ആണ്. ABVP നടത്തി ശരിയാണ്. പൂക്കോട്ടെ വിദ്യാർത്ഥിയെ കൊന്നുവെന്ന് പരക്കെ ആരോപിക്കപ്പെട്ടത് ABVP-ക്കാരെയാണല്ലോ. റീത്ത് വെച്ചത്, പ്രിൻസിപ്പലിന് റീത്ത് വെച്ചത് ABVP-ക്കാരാണ്. കുഴിമാടം ഉണ്ടാക്കിയത് ABVP-ക്കാരാണ്. കേരളത്തിൽ എത്രയെത്ര റാഗിങ്ങുകളാണ് ABVP-യുടെ പേരിൽ അറിയപ്പെടുന്നത്, അതൊന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ABVP നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകൾ എത്ര എണ്ണം എണ്ണി പറയാൻ കഴിയും. നമുക്ക് അതിന്റെ ഒരു വിഷയത്തിലേക്കല്ല. കേരളത്തിലെ ക്യാമ്പസുകൾ സമാധാനപൂർവ്വമായിരുന്ന ഒരു ഘട്ടത്തിൽ ആ ക്യാമ്പസുകളെ കൊലക്കളമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഇറക്കി വിട്ട് ഈ സംസ്ഥാനത്തെ ആഭ്യന്തര കലാപമുണ്ടാക്കി ഈ സംസ്ഥാനം അരക്ഷിതമാണെന്ന് ബോധ്യപ്പെടുത്തണം എന്ന ദുരുദ്ദേശത്തിലാണ് ഗവർണർ നടത്തിയിട്ടുള്ള ഈ പ്രതികരണം. ഗവർണർ സർക്കാർ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് RSS ശാഖയിൽ പ്രചരിപ്പിക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെയോ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഇത്തരം മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോ സംസ്ഥാന സർക്കാർ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരാണ്, CPM നയിക്കുന്ന സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ചുവന്ന കൊടി ഉയർത്തിയാൽ കേരളത്തിലെ ജനങ്ങൾ അതിനെ എങ്ങനെ കാണും? അതിനെ എങ്ങനെ പ്രതികരിക്കും? ആ പ്രതികരണം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് അതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് ശിവൻകുട്ടിയെ കൈകാര്യം ചെയ്ത് കളയാമെന്ന് ആരും ആഗ്രഹിക്കണ്ട. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം വന്ന വഴി മറന്നു പോകരുത്. അദ്ദേഹം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിലെ യുവജനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും നോക്കിയിരിക്കണം. അവർ ഗുണ്ടകളാണ്, അതുകൊണ്ട് അങ്ങനെ നോക്കിയിരിക്കണം. നിങ്ങൾ ഭാരതാംബയെ അവഹേളിക്കുകയും മറുവശത്തെ AK സെന്ററിന്റെ ഉദ്ഘാടനം എപ്പോൾ വേണമെന്ന് സമയം നോക്കാൻ ജോൾസിന്റെ അടുത്ത് പോയിരിക്കുകയും ചെയ്യും. അതാണല്ലോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഗോവിന്ദ മാസ്റ്ററുടെ. AKG സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നതിന് അങ്ങനെ ഏതെങ്കിലും ജ്യോതിഷിയുടെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നതാണ്. അങ്ങനെ ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തെ മുറുകെ പിടിക്കുക, ആരുടെ വിശ്വാസത്തെ ഹനിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏകപക്ഷീയമായി ഒരു പക്ഷത്തിന്റെ മാത്രം അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിന്റെ വിശ്വാസം അടിച്ചേൽപ്പിക്കണം, ഭൂരിപക്ഷ മതത്തിന്റെ ചിഹ്നങ്ങൾ അടിച്ചേൽപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നിടത്താണ് കേരളത്തിൽ കൂടി ഇത്തരം കലാപങ്ങൾ ഉയരുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളില്ല എന്ന് നിങ്ങൾ വാദിക്കുന്നിടത്ത് തെറ്റ്. ഡൽഹി SFI സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വനിതയും കൂടിയായിട്ടുള്ള ആയിഷ ഘോഷിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്നൊക്കെ നമുക്കിടെ മുന്നിൽ വസ്തുതകളുണ്ട്. അപ്പോ അങ്ങനെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുന്നവരെ തളച്ചിടുകയും ചെയ്യാണ്. ഇതൊരു പ്രതിഷേധമല്ല. ഇപ്പൊ ഭാരതാംബയുടെ ചിത്രം പൂജ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ആ മനുഷ്യൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ആ മനുഷ്യന് അദ്ദേഹത്തിന് നിരവധി രോഗങ്ങളുടെ കൂടി അകമ്പടിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന്റെ വഴിയിൽ തടയി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പ്രതിരോധിക്കാൻ അണിനിരക്കും എന്നുള്ളതേ ഉള്ളൂ. അത് സംസ്ഥാന പോലീസിന് അപ്പുറമാണ്. അതുകൊണ്ട് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഒരു സംശയവും വേണ്ട ഇക്കാര്യത്തിൽ. മാത്രമല്ല, ഇനി PM ശ്രീയെ സംബന്ധിച്ച് നേരത്തെ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. PM ശ്രീ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് PM ശ്രീ നിർബന്ധിതമായി കേരളത്തിൽ നടപ്പിലാക്കണം. അത് സാമ്പത്തിക വശം കൂടിയുണ്ട്. കേരളത്തിന് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള പദ്ധതിയാണത്. ആ പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള തർക്കം. അതുമാത്രമല്ല, ത്രിഭാഷ അടിച്ചേൽപ്പിക്കുകയാണ്.